ജീവിതത്തിൽ നമ്മൾ കരയുന്ന സന്ദർഭങ്ങൾ രണ്ടാണ്. ഒന്ന് സങ്കടം വരുമ്പോഴും മറ്റൊന്ന് സന്തോഷം വരുമ്പോഴും. സങ്കടം വരികയും അതുമൂലം കരയുകയും ചെയ്യുന്നതൊക്കെ നമ്മുടെ ലൈഫിൽ സർവ്വസാധാരണമാണ്. എന്നാൽ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. അങ്ങനത്തെ ഒരു ഭാഗ്യത്തിൻ്റെ കഥയാണിത്. ഈ കഥ നടക്കുന്നത് ഭൂമിയിലും ആകാശത്തും ഒന്നുമല്ല കേട്ടോ. ഞാൻ ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്ന കടലിൻ്റെ അടിത്തട്ടിൽ വെച്ചാണ്. ഇറ്റ്സ് മീ ഷബിൻ ഷംസുദ്ദീൻ. കടലെന്ന പേടി മാറ്റി അതിൻ്റെ അടിയിലെ മായാലോകം കാണിച്ചു തന്ന ഫിഫി ഐലൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഫിഫി ഐലൻഡ്സ്. തെക്കൻ തായ്ലൻഡിലെ ആൻഡമാൻ ഉൾക്കടലിലുള്ള ഒരു കുഞ്ഞൻ ഐലൻഡ് സമൂഹമാണിത്. അതിൽ ഏറ്റവും വലുതും ജനവാസമുള്ളതുമായ ഫിഫി ഡോൺ ഐലൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എത്തണമെങ്കിൽ തായ്ലൻഡിലെ തീരപ്രദേശങ്ങളായ ഫുക്കറ്റിലോ ക്രാബിയിലോ എത്തണം. അവിടുന്ന് ഫെറിയോ സ്പീഡ് ബോട്ടോ എടുത്ത് നമുക്കിവിടെ എത്താം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഈ കഥയ്ക്ക് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഞാനും ഗോകുലും തായ്ലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴാണ് അവൻ ജിബിൻ രവി എന്ന അവൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞത്. ആളിവിടെ ഫിഫി ഐലൻഡിലെ സ്കൂബ ഇൻസ്ട്രക്ടറാണ്. തായ്ലൻഡ് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ജിബിന്റെ അടുത്ത് ചെല്ലണമെന്നും സ്കൂബ ചെയ്യണമെന്നും ഞങ്ങൾ തീരുമാനിച്ചു. അപ്രതീക്ഷിതമായി അങ്ങനെ ആഗ്രഹം സാധിച്ചു. തായ്ലൻഡ് വന്നു, ഫിഫിയിലും വന്നു, ജിബിനെയും ഹഫീസിനെയും കണ്ടു. അപ്പോഴാണ് ജിബിന്റെ വക മറ്റൊരു ടിസ്റ്റ്. 3 ദിവസം ഈ ഐലൻഡിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളെ സർട്ടിഫൈഡ് സ്കൂബ ഡൈവേഴ്സ് ആക്കാമെന്ന് പറഞ്ഞു. അതുണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് എവിടെയും പോയി സ്കൂബ ചെയ്യാമെന്ന് കൂടി പറഞ്ഞപ്പോൾ ഞാനും ഗോകുലും ഫ്ലാറ്റായി. ഒരാൾക്ക് ഏകദേശം 35,000 ഇന്ത്യൻ റുപ്പിയോളം വരും ഈ കോഴ്സ് ചെയ്യാനായിട്ട്. കടലെന്ന പേടി മാറ്റാം, ലോകത്ത് എവിടെയും പോയി ചാടാം, പിന്നെ സർട്ടിഫൈഡ് സ്കൂബ ഡൈവർ എന്ന് തള്ളുകയും ചെയ്യാം. അങ്ങനത്തെ 2-3 കാര്യങ്ങൾ ഓർത്തപ്പോൾ നമ്മളിത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സ്കൂബ ട്രെയിനിങ്ങിനെ പറ്റി പറയാം. ഈ കാണുന്ന ഡൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജിബിൻ വർക്ക് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ കോഴ്സ് ചെയ്യുന്നതും. ഈ കോഴ്സിൽ ആദ്യ ദിവസം നമ്മളെ എക്യുപ്മെന്റ്സുകളും എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിക്കും. അതിനുശേഷം അവിടെയുള്ള ഒരു ബീച്ച് പൂളിൽ കൊണ്ടുപോയി പ്രാക്ടിക്കലായിട്ട് പറഞ്ഞുതരും. കുറേ അധികം ഡ്രിൽസ് ഉണ്ട്. അതായത് കടലിനടിയിൽ വെച്ച് എന്ത് സംഭവിച്ചാലും നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. പറയുന്ന പോലെ അത്ര ഈസി ആയിരുന്നില്ല. ആദ്യ ദിവസം പേടി കാരണം ഫുൾ ഫ്ലോപ്പായി. കുറെ വെള്ളമൊക്കെ കുടിച്ച് നിരാശയോടെ നിന്ന് ഞങ്ങൾക്ക് ജിബിൻ ധൈര്യമൊക്കെ തന്നു. പിറ്റേ ദിവസം ആഴക്കടലിൽ ഡൈവിന് പോകേണ്ടതാണ് നോർമലി. പക്ഷെ നമ്മൾ സെറ്റ് ആവാത്തത് കൊണ്ട് ഒന്നുകൂടി ബീച്ച് പൂളിൽ കൊണ്ടുപോയി ട്രെയിൻ ചെയ്തു. അതിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ബെറ്ററായി. പേടി കുറച്ചൊന്ന് കുറഞ്ഞു. ഇതാണ് ആ ദിവസം, ആഴക്കടലിലെ അത്ഭുതങ്ങളിലേക്കുള്ള യാത്രയുടെ ദിവസം. സർട്ടിഫിക്കേഷൻ കോഴ്സിന്റെ കൂടെ 4 തവണ നമ്മൾ ആഴക്കടലിൽ ചെന്ന് ഡൈവ് ചെയ്യണം. അതിൽ ആദ്യത്തെ 2 ഡൈവ് 12 മീറ്റർ താഴ്ചയിലേക്കും ലാസ്റ്റ് 2 ഡൈവ് 18 മീറ്റർ താഴ്ചയിലേക്കുമാണ് പോകേണ്ടത്. നാഷണൽ പാർക്കിന്റെ എൻട്രി ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ നിന്നാണ്. സോ നമ്മൾ ഡൈവിന് പോകുമ്പോഴും അതുപോലെ മായവേ കവർ ചെയ്യുമ്പോഴും നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഫസ്റ്റ് ഡേ നമ്മൾ 600 ബാത്ത് കൊടുക്കണം ഡൈവ് ചെയ്യാൻ പോകണേന്. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഡൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ 200 ബാത്ത് കൊടുത്താൽ മതി. നമ്മൾ ആ ടിക്കറ്റ് കീപ്പ് ചെയ്തിട്ട് വേണം 200 ബാത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഗൂഗിളിലൂടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ ടിക്കറ്റാണ്. നമുക്ക് ഈ ടിക്കറ്റ് നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് നാളെ കണ്ടിട്ട് ഡൈവ് പോകണമെങ്കിൽ ഈ ടിക്കറ്റ് യൂസ് ചെയ്തിട്ട് വീണ്ടും 200 ബാത്ത് കൊടുത്തിരുന്നാൽ മതി. അതായത് പറഞ്ഞാൽ മനസ്സിലായത്, ഇത് നമ്മൾ ആക്ച്വലി ഒരു നാഷണൽ പാർക്കിൻ്റെ ഒരു എൻട്രൻസ് ഫീ ആണ്. 600 നോർമലി ഒരാൾക്ക് ഇവിടെ കയറാൻ വേണ്ടിയുള്ള ചാർജ്. അപ്പോൾ നമ്മൾ ഡൈവ് ചെയ്യാൻ പോകുമ്പം ആദ്യമേ ഒരു പ്രാവശ്യം 600 രൂപയുടെ എടുത്തിട്ട് പിന്നെ പോകാൻ നേരത്ത് ആ 600 രൂപയുടെ ടിക്കറ്റ് കൊടുത്തിട്ട് എക്സ്ട്രാ 200 വെച്ച് കൊടുത്താൽ മതി ഡെയിലി പോകണമെങ്കിൽ. പിന്നെ 600 വെച്ച് ഡെയിലി കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പൊ മൊത്തത്തിൽ വെള്ളം പോയാനെ. മലപ്പുറംകാരൻ, മലപ്പുറമല്ല, കണ്ണൂരാ. ഈ ഡൈവിംഗ് ബോട്ടുകളുടെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ 2 നിലയായിരിക്കും കേട്ടോ. താഴെ ഒരു ഡ്രൈ ഏരിയയും പിന്നെ നമുക്ക് പോകാനുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. താഴെ മുകളിൽ റെസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെയാണ് ഫുള്ള് സിലിണ്ടർ, നമുക്ക് പോകാൻ പറ്റുന്ന ജാക്കറ്റ്, കാര്യങ്ങൾ എല്ലാ സാധനവും ഇവിടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഡൈവിന് മുമ്പും ഡൈവിന് ശേഷവും ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേളിലോട്ട് കയറി പോകാം. ഇപ്പോൾ ഇതിൽ 2 രീതിയിൽ നിങ്ങൾക്ക് സ്കൂബ ഡൈവ് എക്സ്പീരിയൻസ് ചെയ്യാം. ഒന്ന് ഇവിടെ വന്നിട്ട് 2 സ്കൂബ ഡൈവ് അറ്റ് 3400 ബാത്തിന്, അതല്ലെങ്കിൽ നമ്മുടെ അടുത്ത പോലെ സർട്ടിഫിക്കേഷൻ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പം 4 ഡൈവ് കിട്ടും. അതുപോലെ ട്രെയിനിങ്ങും മിസ്റ്റർ കോച്ചും ഒക്കെ നമുക്ക് ഉണ്ടാകും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ, ഈ സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം, അല്ലാതെ ഇവർ സമ്മതിക്കുകയാണ്. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ.
സർട്ടിഫിക്കേഷൻ എടുക്കുന്നതുകൊണ്ട് എല്ലാ സെറ്റപ്പും നമ്മൾ തന്നെ ചെയ്യണം. നോർമൽ സ്ക്യൂബ ചെയ്യാനാണ് പ്ലാനെങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും. അയാളാകും എല്ലാം ഹാൻഡിൽ ചെയ്യുക. അതെന്തിനാ തുറന്നു നോക്കണേ? തുറന്നു നോക്കുന്ന അതിനകത്ത് എയറിൽ എന്തെങ്കിലും സ്മെല്ലിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അൾട്ടറായിരിക്കും. അതല്ലല്ലോ അത് എടുക്കണ്ടേ? ഞാനിരുന്ന് ഇങ്ങോട്ട് വെക്കുക. ആ ആയിക്കോട്ടെ. ടെൻഷനാക്കല്ലേ? ടെൻഷനാകുന്നു കേട്ടോ. ടെൻഷൻ എന്തിനാ? നമുക്കൊരു മൊയിലാളിൽ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. ടെൻഷനൊന്നുമില്ല. എന്നാലും ചെറിയൊരു റെഗുലേറ്റർ നോക്കാം. യെസ്, റെഗുലേറ്റർ ആദ്യം ഇങ്ങനെ തുറക്കണം. നമ്മളിത് ഇതിൻ്റെ ക്യാപ്പ് എടുത്ത് മാറ്റണം. ഇത് അതോട്ട് ചുമ്മാ നോക്കിക്കോണം. നമ്മൾ കാറൊക്കെ കയറാൻ ഡിക്കി പൊക്കി നോക്കത്തില്ല, അതുപോലെ അല്ലല്ലോ ബോണറ്റ്. എന്തിനാണെന്ന് അറിയത്തില്ല, പൊക്കി നോക്കിക്കോണം. അങ്ങനെയാണ് മൊയിലാളി പറഞ്ഞേക്കുന്നത്. നമ്മൾ ശ്വസിക്കുന്ന 2 സാധനമുണ്ട്. ഇത് രണ്ടും ജാക്കറ്റിൽ ലെഫ്റ്റ് സൈഡിൽ വരണം, അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ. ഇത് നമ്മൾ അടുത്ത ഇതിൻ്റെ ടാങ്ക് ഓപ്പൺ ആക്കി എയർ വരുന്നത് നോക്കണം. കണക്ട് ചെയ്തില്ല. എൽ പി കണക്ട് ചെയ്തില്ല. 180. ലാസ്റ്റത്തെ 2 ടൈം Captain! Yeah. Dapat di mai? Friday, okay, man. എന്റെ സാമ്രാജ്യത്തിന് താക്കോൽ ഞാൻ കൈമാറും. സാധനം കണ്ട ഈ ഫിഫി ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറിയ ചെറിയ ഐലൻഡിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളാണ് ഡൈവിന് കൊണ്ടുപോകുന്നത്. കുറേ ഡൈവിംഗ് സ്പോട്ടുകളുണ്ട് കേട്ടോ. നമ്മൾ നോർമലി ഇവിടെ 2 ഡൈവ് എടുക്കുവാണെങ്കിൽ ഇവരേതെങ്കിലും ഒരു സ്പോട്ടിൽ കൊണ്ടുപോകും, അവിടുന്ന് ചാടിക്കും, എന്നിട്ട് തിരിച്ച് ബോട്ടിൽ കയറ്റും, 45 മിനിറ്റ് റെസ്റ്റ് എടുക്കും, അടുത്ത സ്പോട്ടിലെത്തും, അവിടെ ചാടും. അതാണ് 2 ഡൈവ് വരുന്നത്. ആ 2 ഡൈവിനാണ് 3400 ബാത്ത് ചിലവ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫുക്കറ്റ്, ക്രാബി എന്നീ സ്ഥലങ്ങളിൽ നിന്നൊക്കെ പാക്കേജ് ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പം 1000 ബാത്ത് എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ സ്കൂബ ഡൈവ് ചെയ്യിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വരും. അത് ആക്ച്വലി ലിറ്ററലി തട്ടിപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊന്നും ചെന്ന പെടാതിരിക്കുക. അവർ മറ്റേ കടലിൻ്റെ ഏതൊരു സൈഡിൽ കൊണ്ട് ചാടിച്ചിട്ട് വിടും. അതൊന്നും സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് ആയിരിക്കുമല്ലോ നിങ്ങളെ ചാടിക്കുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് നമ്പേഴ്സ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജെനുവിനായിട്ട് അവരെ വിളിച്ചിട്ട് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. എക്യുപ്മെൻറ്റ്സ് എല്ലാം സെറ്റാക്കി ഫസ്റ്റ് ഡൈവിന് വേണ്ടി ശരീരവും മനസ്സും സെറ്റാക്കി. എങ്കിലും മനസ്സിൻ്റെ ഒരു കോണിൽ കടലിനോടുള്ള ആ ഒരു പേടി ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ചാടി വെള്ളത്തിൻ്റെ അടിയിലേക്ക് പതിയെ താഴുമ്പോൾ നേരത്തെ പറഞ്ഞ ആ ഭയമുണ്ടല്ലോ, നല്ല വെയിലത്ത് മഞ്ഞുരുകുന്ന പോലെ അലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതിനിടയിലെ കാഴ്ചകൾ മനസ്സിൽ നിന്നും ബാക്കി ചിന്തകളെല്ലാം തുടച്ചു മാറ്റി ജീവിതത്തിൽ ഇതുവരെ കാണാത്ത കാഴ്ചകൾ, അല്ലെങ്കിൽ മറ്റൊരു ലോകം മുന്നിൽ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഒന്ന് ഉറക്ക കരയുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. എന്തൊക്കെ തരം കാഴ്ചകളാണ്! കടൽ പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും പേടിയുള്ളതാണ് പാമ്പ്. അതിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ നീന്തുന്നത്. കൂട്ടം കൂട്ടമായിരുന്ന മീനുകൾ, അതിൻ്റെ ഇടയിലൂടെ നമ്മൾ നീന്തുന്ന കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. കൂട്ടത്തിൽ നല്ല വലിയ ടോട്ടോയ്സും കുറേ പേരറിയത്തില്ലാത്ത മീനുകളും സസ്യങ്ങളും എല്ലാമായിട്ട് മനസ്സ് നിറച്ച ഒരു ലോകം.
പേടി എന്നുള്ളത് നമ്മുടെ സ്വപ്നങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഒരു തോന്നൽ മാത്രമാണെന്ന ഒരു തിരിച്ചറിവിലേക്കാണ് ഞങ്ങൾ കാല് വെച്ചിറങ്ങിയത്. ആരും കാണാതെ ആരും അറിയാതെ അതിനടിയിൽ പൊട്ടിക്കരഞ്ഞ നിമിഷങ്ങൾ, ജീവിതം വെറുതെ ജീവിച്ചു തീർക്കേണ്ടതല്ല എന്ന തിരിച്ചറിവുണ്ടാക്കിയ നിമിഷങ്ങൾ, അങ്ങനെ എന്തൊക്കെ തോന്നലുകൾ. ഒരു വലിയ സ്വപ്നമായിട്ട് ക്രാബിയിൽ ഫിഫിയിൽ വന്നിട്ടുണ്ടല്ലോ, അത് പൂർത്തീകരിച്ച് തന്ന കുറച്ച് പേരുണ്ട് ഇവിടെ. ഈ മച്ചാൻ ഒത്തിരി നന്ദി കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല, ശരിക്കും ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ അതിന് വേണ്ടി നമ്മളുള്ളത് ഒറ്റ വിളിയല്ലേ വിളിച്ചോളൂ. നമ്മള് വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞോളൂ. അവർ പോരെ എല്ലാ കാര്യങ്ങളും നമ്മളോട് റെഡിയാക്കുന്നു പറഞ്ഞല്ലേ. ശരിക്കും ആദ്യത്തെ 2 ദിവസം ട്രെയിനിങ്ങിനൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോണ്ടല്ലോ, നമുക്ക് പരിപാടി നടക്കത്തില്ല, പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു മെൻറ്റാലിറ്റിയിലോട്ട് ഞാനും ഗോകുലും ഒക്കെ എത്തിയായിരുന്നു. പക്ഷേ കൂടെ നിന്ന് സെറ്റാക്കി തന്നു, വേറൊന്നുമില്ല. നമ്മുടെ ലാസ്റ്റ് ഡൈവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ഇവിടെ ഷാർക്കിനെയൊക്കെ അടുത്ത് കാണാൻ പറ്റുമെന്നാണ് ജിബിനും ഹഫീസും ഒക്കെ പറഞ്ഞത്. ഒരു തരി പേടി പോലും മനസ്സിലില്ലാതെ എക്സൈറ്റ്മെന്റിന്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ടുള്ള ലാസ്റ്റ് ഡൈവ്. പേടി എന്ന ഫാക്ടർ പോയി കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഓടി നടന്ന് കാഴ്ചകൾ കണ്ടു. ഈ ഡൈവിൽ നമ്മൾ 18 മീറ്റർ താഴേക്ക് പോയ ഷാർക്കുകളെയൊക്കെ തൊട്ടടുത്ത് കണ്ടു. കടലിനുള്ളിലെ ഗുഹകളിലൂടെയൊക്കെ കയറി ഇറങ്ങി. ആദ്യത്തേക്ക് ഡൈവുകൾ ചെയ്തപ്പോൾ നമുക്ക് 30-31 മിനിറ്റുകൾ മാത്രമാണ് താഴെ നിൽക്കാൻ സാധിച്ചെങ്കിൽ ലാസ്റ്റ് ഡൈവുകളിൽ ഏകദേശം 1 മണിക്കൂറോളം കടലിൻ്റെ അടിയിൽ ചെലവഴിക്കാൻ പറ്റി. കൂടെ നിന്ന് ജിബിൻ്റെ ഹഫീസിൻ്റെയൊക്കെ മനസ്സുകൂടെയാണ് കേട്ടോ നമ്മുടെ ഈ സന്തോഷത്തിന് പിന്നിൽ. ശരിക്കും ഉണ്ടല്ലോ, മറ്റേ സിന്ദഗി നാമിലേക ദുബൈർ പടമൊക്കെ ഇല്ലേ, അത് കണ്ടപ്പോൾ ആലോചിച്ച് ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണെന്ന്. അത്ര വലുതൊന്നുമല്ല, അതിലൊന്നും എനിക്ക് തോന്നുന്നു അവര് കാണിച്ചിട്ടില്ല. Is it your first time dive? First time dive? Yeah, cool. How was it? It was great. It was very great. We saw a shark. Did you see the shark? ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് സ്കൂബ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ആഗ്രഹമാണെങ്കിൽ ഒരിക്കലും തട്ടിക്കൂട്ട് സെറ്റപ്പിൽ പോവല്ലേ. നമ്മുടെ മനസ്സിനിണങ്ങിയ ആൾക്കാർ നമ്മുടെ കൂടെ വേണം, എന്നാലും അത് കാണിച്ചു തരുള്ളൂ നിങ്ങളെ. മറ്റേ ജോലി മാത്രമായിട്ട് പോകും. ഇതല്ല, വേറെ തന്നെ ഒരു എക്സ്പീരിയൻസാണ്. എൻ്റെ പൊന്നെ, കടലിൻ്റെ അടിയിലൊരു ലോകം. മീനൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട്, സ്രാവിനൊക്കെ നേരിട്ട് അടുത്ത്. ഡീപ് ബ്ലൂ സീ സിനിമയിൽ മാത്രമാണ് ഞാൻ അതിനെ കണ്ടേക്കുന്നത്. അങ്ങനത്തെ സിനിമകളിൽ പേടിപ്പെടുത്തുന്ന രീതിയിൽ ഒരു രക്ഷയില്ല. Super! Plongée, tortue, requin, murène, mérou. I feel like a rock star now. Tu peux imaginer mon tank avec ma lampe. Yeah, that's Miami, yeah. Leonardo! വെള്ളത്തിലെ സാധനം കിട്ടില്ല, സാധനം കിട്ടില്ല. ലോകത്തെ ഏറ്റവും വിലമതിക്കാനാവാത്തൊരു കാര്യം എന്താണെന്നറിയാം, നമ്മുടെ അനുഭവങ്ങളാണ്. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല.